നമസ്കാരം. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിൻ്റെ വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു നീക്കം CPMന് ഏറെ ആശ്വാസം പകരുന്നു എങ്കിൽ പോലും കടകംപള്ളിയുടെ നിലപാടുകളൊക്കെ തന്നെ ശരിക്കും അന്വേഷണ സംഘത്തിന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്വേഷണ സംഘം ചോദിച്ച പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ കടകംപള്ളിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ തനിക്കെതിരെ വന്ന വാർത്തകളൊക്കെ തന്നെ നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും 2016-2021 കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്ന സമയത്ത് 13 തവണയാണ് കടകംപള്ളി സുരേന്ദ്രൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചത്. ഇതിൽ 8 എണ്ണം ഔദ്യോഗികമായിരുന്നു, ബാക്കി 5 എണ്ണം സ്വകാര്യവുമായിരുന്നു. ഇതിൽ അന്വേഷണ സംഘത്തിന് കൂടുതലായി അറിയേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇറ്റലി സന്ദർശനത്തെക്കുറിച്ചാണ്. കാരണം ആഗോളതലത്തിൽ തന്നെ പുരാവസ്തുക്കളും ആഭരണങ്ങളുമൊക്കെ കടത്തുന്ന വലിയ തോതിലുള്ള മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇറ്റലി. ഇറ്റാലിയൻ മാഫിയ എന്ന് പറയുന്നത് നമുക്കറിയാം, അവർക്ക് ലോകമെമ്പാടും പിടിപാടുള്ള, എല്ലായിടത്തും വിവിധ മേഖലകളിൽ അവർ വലിയ തോതിലുള്ള അധോലോക പ്രവർത്തനം നടത്തുന്ന ഒരു സംഘങ്ങൾ അവിടങ്ങളിലുണ്ട്. അവരൊക്കെ തന്നെ ഒരുപക്ഷെ കേരളത്തിലെ ഈ പുരാവസ്തുക്കൾ കണ്ണ് വെച്ചിരുന്നോ എന്ന് സ്വാഭാവികം സംശയമുണ്ട്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നതാകട്ടെ താൻ സന്ദർശിച്ചതൊക്കെ തന്നെ ഔദ്യോഗിക സന്ദർശനമായിരുന്നു ഇറ്റലിയിൽ പോയത്, അതല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്നാണ്. മാത്രവുമല്ല, ബംഗളൂരുവിലെ ഒരു വൻകിട ഹോട്ടലിൽ താമസിച്ചിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അവിടെ ചർച്ച നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കൂടാതെ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ ചെന്നൈ, മംഗളൂരു സന്ദർശനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഘട്ടം കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനെ കൈവിടുമോ എന്ന് പോലും സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്ന പത്മകുമാറിനെയും വാസുവിനെയൊക്കെ തന്നെ പാർട്ടി കൈവിട്ടതുപോലെ ഒടുവിൽ കടകംപള്ളിയെയും പാർട്ടി കൈവിടുമോ എന്നാണ് സ്വാഭാവികമായും ഇപ്പോഴും എല്ലാവരും സംശയിക്കുന്നത്. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം നിരന്തരമായി നേരത്തെ ഉയർന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഹൈക്കോടതി ഇടപെടും എന്ന ഭയത്താലായിരിക്കാം പ്രത്യേക അന്വേഷണ സംഘം ഒടുവിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറായത്, അതും അതീവ രഹസ്യമായിട്ട്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചാണ് ചോദ്യം ചെയ്തത്. മറ്റ് എല്ലാവരെയും തിരുവനന്തപുരത്തെ ഈഞ്ചിക്കലുള്ള ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. ഒരുപക്ഷെ മുൻ മന്ത്രിയും ഇപ്പോൾ നിലവിൽ MLAയും എന്നുള്ള നിലയിലായിരിക്കുമോ കടകംപള്ളി സുരേന്ദ്രൻ അവരെ ആനുകൂല്യം നൽകിയത് എന്ന് സ്വാഭാവികം സംശയിക്കേണ്ടി വരും. പക്ഷേ ഇനി അങ്ങോട്ട് അടൂർ പ്രകാശിനെ എവിടെ വെച്ചിറക്കി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. അതും ഈഞ്ചക്കൽ വെച്ചായിരിക്കും, അതോ അതീവ രഹസ്യമായി മൊഴിയെടുക്കുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് ഇപ്പോൾ വേറെ ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ശബരിമലയിലെ വാതിൽപ്പാളി, അതല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് കലശങ്ങളൊക്കെ മാത്രമല്ല, അവിടുത്തെ ഏറ്റവും അമൂല്യമായി കരുതുന്ന പല വസ്തുക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘവും ചേർന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കോടതി സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശബരിമലയിലെ സന്നിധാനത്തുള്ള പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണപ്പാളികളും ഇവർ അടിച്ചുകൊണ്ട് പോയതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലും സംശയം നീളുന്നുണ്ട്. ശിവരൂപവും വ്യാളികളുമൊക്കെ അടങ്ങുന്നതാണ് ഈ പ്രഭാമണ്ഡലം. ഇതൊക്കെ ഒരുപക്ഷെ ഈ ആത്മീയ സാധനങ്ങൾ വിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന് കോടിക്കണക്കിന് രൂപ നൽകി സ്വന്തമാക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ അധോലോക സംഘങ്ങൾ, അതായത് വിദേശങ്ങളിലേക്ക് ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട പുരാവസ്തുക്കളും പുണ്യ പൂജാ വസ്തുക്കളുമൊക്കെ കടത്തി പണമുണ്ടാക്കുന്ന സംഘങ്ങളുടെ കൈകളിൽ കൂടി ആയിരിക്കുമോ ഇവയെല്ലാം കടന്നുപോയത് എന്നാണ്. ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത്ര ചെറിയൊരാളല്ല എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇയാൾ വലിയൊരു അധോലോക സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഏകോപനക്കാരനായി പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നവരെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമിരുത്തി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. മാത്രവുമല്ല, ഒരുപക്ഷെ ഈ സംഭവമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അന്വേഷണം CBI ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കൃത്യമായി ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർക്ക് ഇവിടെ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് വിളിച്ച് പറയുന്നു എന്നുള്ളത് കേരളത്തിലെ പ്രത്യേക അന്വേഷണം സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം CPMൻ്റെ സമ്പന്നതരായ നേതാക്കളെയും മന്ത്രിമാരുടെയൊക്കെ പേരുകൾ ഒരുപക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അതല്ലെങ്കിൽ ഈ കൂടെയുള്ള പത്മകുമാറോ ഒക്കെ തന്നെ വിളിച്ച് പറയാൻ തുടങ്ങിയാൽ അത് പാർട്ടിക്ക് അടുത്ത മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയായി മാറുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇനി എങ്ങനെയാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വീട് തോറും കയറി ഇറങ്ങി ഇക്കാര്യം തങ്ങളുടെ നിലപാട് വിശദമാക്കുക എന്നാണ് പാർട്ടിയുടെ അണികൾ സ്വാഭാവികമായും ചോദിക്കുന്നത്. പക്ഷേ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട് തോറും കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ വീടുകളിലെത്തുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പാർട്ടി അണികളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ ശരിക്കും വെട്ടിലായ ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധങ്ങളും മറ്റ് വിദേശ യാത്രകളുമൊക്കെ തന്നെ അദ്ദേഹത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഒപ്പം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് എന്നുള്ള കാര്യവും അദ്ദേഹവും വെളിപ്പെടുത്തേണ്ടി വരും.